മൂന്നാം ബലാത്സംഗ കേസിലും രാഹുലിന് ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് ഹർജി തള്ളിയത്. തിങ്കളാഴ്ച ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിൽ തന്നെ മറ്റു വിവരങ്ങൾ കൂടി. KP 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോടതി വിധി പ്രസ്താവന നടത്തിയത്. ഇന്നലെ ഈ കേസിൽ വാദപ്രതിവാദം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ നിരത്തി തന്നെയായിരുന്നു വാദിച്ചിരുന്നത്. പ്രധാനമായും രാഹുലിനെതിരായിട്ട് ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഈ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നിന്നും CCTV ദൃശ്യങ്ങളും ഹോട്ടലിൻ്റെ രജിസ്റ്ററും ഒക്കെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ പരാതിയിൽ പറയുന്ന ഈ ലൈംഗിക അതിക്രമം നടന്നെന്ന് പറയപ്പെടുന്ന 2024 ദൃശ്യങ്ങളിൽ രാഹുലും പരാതിക്കാരിയും ഒരു ദിവസം ഹോട്ടലിൽ വന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ശക്തമായിട്ടുള്ള തെളിവാണ്. അതുമാത്രമല്ല, രാഹുലിൻ്റെ 2 ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ഫോണുകളും അന്വേഷണ സംഘം ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തെളിവുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചത്. അത് മാത്രമല്ല, പ്രതി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരം കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുകയാണെങ്കിൽ പ്രതി നാടുവിടാനും ഒളിവിൽ പോകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുമുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിഭാഗം നിലവിൽ ഈ പ്രതി ജനപ്രതിനിധിയാണ്. ആ രീതിയിലുള്ള ഇളവ് നൽകണം. അതുമാത്രമല്ല, ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ നാട്ടിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, രാഹുലിനെതിരായിട്ടുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്നും ഈ രാഹുലിൻ്റെ അറസ്റ്റ് നടപടികൾ അത് കൃത്യം ചട്ടപ്രകാരമൊന്നും ആയിരുന്നില്ല എന്നും വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള അറസ്റ്റ് നടപടികളാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുലിന് വേണ്ടി അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് ഇന്നലെ കോടതിയിൽ വാദിക്കുകയുണ്ടായത്. എന്തായാലും പ്രോസിക്യൂഷൻ വാദഗതികളൊക്കെ ശരിവെച്ചുകൊണ്ടാണ് കീഴ്ക്കോടതിയായിട്ടുള്ള തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിൻ്റെ ജാമ്യാപേക്ഷയെ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. രാഹുലിന് ജാമ്യം നൽകുന്നതിന് അർഹതയില്ല എന്നുള്ളൊരു നിലപാടാണ് കോടതി എത്തിച്ചേരുകയുണ്ടായത്. എന്തായാലും ഇനി മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള തീരുമാനമാണ് പ്രതിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ വീണ്ടും ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നുള്ളതാണ് അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ശക്തമായിട്ടുള്ള തെളിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സെഷൻസ് കോടതിയിലും രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെയാണെങ്കിൽ സെഷൻസ് കോടതിയിലും പ്രതികൂലമായിട്ടുള്ള വിധി ഉണ്ടാവുകയാണെങ്കിൽ ഹൈക്കോടതിയിലും ാണ് പ്രതിഭാഗം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും രാഹുൽ ഇപ്പോഴും നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ തന്നെ തുടരുകയാണ്. ഈ മാസം 24 വരെ രാഹുൽ റിമാൻഡിൽ ആണ്. അതിനുശേഷം എന്തായാലും വീണ്ടും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയ